മൂവി ആയിരുന്നു. എത്രയും അവേഴ്സ് പോയതറിയില്ല, തീരില്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് വന്നായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെന്നുള്ള തോന്നലേ വന്നപ്പോഴോ അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണും. സെറ്റ് മൂവി, 3 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ഉറപ്പായിട്ടും വേർത്തായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളിയായത്. കണ്ടെടുക്കാണ്ട് ആ കോംബോ അടിപൊളി. ആ കോംബോ ഇത്ര പെർഫെക്റ്റ് ആയിരിക്കും വിചാരിച്ചില്ല. ബട്ട് ഫൈറ്റ് സീൻസ് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, എല്ലാവരും പൊളിയായിരുന്നു. എല്ലാം ഇഷ്ടപ്പെടാത്തായിട്ടൊന്നും ഈച്ച് ആൻഡ് എവരി സീൻ അവർ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം ഒരു റൈറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ പറയേണ്ട കാര്യമില്ല. സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. ബിജിഎം ഒരു രക്ഷയില്ല. അടിപൊളി ബിജിഎം ആണ്, അടിപൊളിയായിരുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ല. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്. സോ ഐ ലൈക്ക് ദാറ്റ് മൂവി. എനിക്കൊന്നും പറയാനില്ല. ഇലക്ട്രിക് വേണ്ടി വെയിറ്റിംഗ്. ഈ ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഇന്നലെ വന്നായിരുന്നു, അത് കേട്ടിട്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. എന്റെ പ്രതീക്ഷകളൊന്നും തകർത്തിട്ടില്ല. സൂപ്പർ. ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണോ പടം? അങ്ങനെ ചോദിച്ചാൽ ആസ് എ മോഹൻലാൽ ഫാൻ യെസ്, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. ഒരു 3 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എൻജോയ്, അത് കാണുന്ന ആളുടെ സെൻസ് അനുസരിച്ചിരിക്കും. സ്റ്റണ്ടൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ഒന്നും പറയുന്നില്ല, സ്പോയിലർ. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് നെഗറ്റീവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയല്ല? ഒന്നും തോന്നിയില്ല. ഈ പറയണൊക്കെ വെറുതെയാണ്. സിനിമ ആണ്. ഇഷ്ടപ്പെട്ടെന്താണ് പടത്തിൽ എടുത്ത് പറയാൻ? എല്ലാം ഇഷ്ടപ്പെട്ടില്ല. അടിപൊളിയായിരുന്നു, നല്ല കാണാൻ അടിപൊളി സിനിമ, നല്ല അടിപൊളി സിനിമ. ആ സിനിമ നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന രീതി പോലെ കാണും. ഇപ്പോൾ ആദ്യം ഞാൻ റിവ്യൂ ഒക്കെ ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ വിചാരിച്ചെല്ലാം ഫസ്റ്റ് ഹാഫ് ലാഗാണ്, അത് ഒരു ലാഗാണ്. പക്ഷെ എനിക്ക് ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. സെക്കൻഡ് നല്ല സിനിമ കേട്ടോ. എനിക്ക് വെയിറ്റിംഗ് ആണ് തേർഡ് കാണാൻ വേണ്ടി. ഇഷ്ടപ്പെട്ടോ? സ്റ്റോറി നല്ല വിഷയമാണ്. ചില ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മോഹൻലാലിന്റെ പടം ആയതുകൊണ്ടാണ് ഡീഗ്രേഡിങ്? അല്ല, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡൈഹാർഡ് മോഹൻലാൽ ഫാനിന് ചിലപ്പോൾ കുറച്ച് സ്ക്രീൻ പ്രസൻസ് കുറവായിരുന്നു, പക്ഷെ സ്റ്റോറി വൈസും കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലാതെ എല്ലാ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം നല്ലതായിട്ടുണ്ട്. മേക്കിംഗ് നല്ല വിഷയമാണ്. നല്ല ഹോളിവുഡ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളിവുഡിൽ നിന്ന് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സീൻ വേണം, സെറ്റ് വേണം. ആ പൈസ ചെലവായതൊക്കെ വിസിബിൾ ആണ് സ്ക്രീനിൽ. പിന്നെ ഡീഗ്രേഡിംഗ് ഒക്കെ ആവശ്യത്തിന് നടക്കുന്നുണ്ട്, പക്ഷെ കാണേണ്ട പടമാണ്. നടക്കേണ്ട കാര്യമല്ല. അയ്യോ, ഒട്ടുമല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ് മലയാള ഇൻഡസ്ട്രിയിലെ, നോ ഡൗട്ട്. സെറ്റ് പടം, സീൻ പടം. ഇതില് ആ ലാസ്റ്റ് വന്ന വില്ലനെ മനസ്സിലായിരുന്നു. പലർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഇത് കണ്ടിട്ട് ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. അത് ലൈക്ക് ഇപ്പൊ ആവശ്യത്തിന് നോളജും ബാക്കി സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടെങ്കിൽ ആളെ മനസ്സിലാവും, അങ്ങനെ അറിയാവുന്ന ആള്. സാധാരണ പ്രേക്ഷകന് മലയാളം മാത്രം കാണുന്ന ആളാണെങ്കിൽ പാടായിരിക്കാന്ന് തോന്നുന്നു. പക്ഷെ ജസ്റ്റ് ഇപ്പൊ ഒരു ട്രെയിലർ ടീസറിലൊക്കെ ഒന്ന് ഹൈപ്പ് കാണുന്ന ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ മനസ്സിലാവും.